ജെനിമോൻ. പാച്ചു അവളെ വിളിച്ചു. പന്നി, നിന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട് ജെനിമോൻ എന്ന് വിളിക്കരുതെന്ന്. ജെനിയുടെ ആട്ട് കേട്ടോണ്ടാണെന്ന് തോന്നുന്നു പാച്ചു ഒരു മൂലയിൽ ഒതുങ്ങി. നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാം, എനിക്കിവിടെ ബോറടിക്കുന്നു. അഞ്ജു അവരോട് പറഞ്ഞു. എടി ചൂലേ, ഇത് നിന്റെ വീടല്ല തോന്നുമ്പോ പോവാൻ, കോളേജാണ്, അതിനൊക്കെ സമയമുണ്ട്. എബി അവളോട് പറഞ്ഞു. നിന്റെ വീടും എന്റെ വീടും ഒന്നല്ലേ എബി? ശരിയാണല്ലോ, ഞാനത് മറന്നു. ഈ സമയമൊക്കെ ജെനി സൈലന്റ് ആയിരുന്നു. നീ എന്താ ജെനി മിണ്ടാതിരിക്കുന്നത്? അഞ്ജു അവളുടെ തോളിൽ കൈയിട്ടുകൊണ്ട് ചോദിച്ചു. ഏയ് ഒന്നുമില്ല. നിനക്കെന്താ അഞ്ജു? അവളുടെ ഭർത്തുവിനെ ആലോചിക്കാവോ അല്ലേ ജെനി? പാച്ചു കണ്ണിറുക്കി അവളോട് ചോദിച്ചു. ജെനി അപ്പോഴും ഒന്നും മിണ്ടിയില്ല. എന്താടാ ഒരു സങ്കടം പോലെ, ഞങ്ങളോട് പറ. എബി അവളുടെ അടുത്തിരുന്നു. അറിയില്ല എബിച്ച, കല്യാണം അടുക്കുംതോറും എന്തോ ഒരു സങ്കടം. വീട്ടിൽ നിന്ന് പോവണ്ടേ, അതൊക്കെ ഓർത്തപ്പോ. ജെനി ഒന്ന് പുഞ്ചിരിച്ചു. അയ്യേ, ഇതിനാണോ എന്റെ പെണ്ണേ? നീ പോകുന്നത് നിന്റെ അച്ചുവേട്ടന്റെ കൂടെ, അവിടെ നിനക്ക് കൂട്ടായി ചേച്ചിയും ഇല്ലേ? അത്ര ദൂരെയൊന്നും അല്ലല്ലോ. കാണാന്ന് തോന്നുമ്പോ അച്ഛയും അമ്മയും ഓടിപ്പോയി കാണാം. പിന്നെ നിന്നെ കാണാൻ തോന്നുമ്പോ ഞങ്ങളും അങ്ങ് വരില്ലേ? പിന്നെന്തിനാ ഈ സങ്കടം? പാച്ചു അവളെ സമാധാനിപ്പിച്ചു. അതല്ലടാ, നിന്റെ മനസ്സിൽ എന്താ ജെനി? വീട്ടിൽ നിന്ന് പോകുന്ന സങ്കടത്തിന് പുറമെ വേറെ എന്തോ നിന്റെ മനസ്സിലുണ്ട്. അതെന്താ? എടാ, അത് എല്ലാം അറിഞ്ഞുകൊണ്ടാണ് അവരെല്ലാം എന്നെ സ്വീകരിക്കുന്നതെന്നും അച്ചുവായിട്ട് എന്നെ സ്നേഹിക്കുന്നതെന്നും എനിക്കറിയാം. പക്ഷെ ഇപ്പൊ ഒരു ആവേശത്തിലെടുത്ത തീരുമാനം എന്നെങ്കിലും തെറ്റായിപ്പോയെന്ന് അവർക്ക് തോന്നിയാലോ? ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ എന്നൊരു പേടി തോന്നുന്നു എനിക്ക്. ജെനി അവരോട് പറഞ്ഞു. അവർ 3 പേരും ഒന്നും മിണ്ടാതെ അവളുടെ അടുത്തേക്ക് ചേർന്നിരുന്നു. ഞങ്ങൾക്ക് തോന്നില്ല ജെനി, അവർക്ക് നിന്നെ വേണ്ടെന്ന് വെക്കാമെങ്കിൽ അത് നേരത്തെ ആവാമായിരുന്നു. നമ്മളെല്ലാം തുറന്നു പറഞ്ഞതിന് ശേഷം അവർക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാമായിരുന്നു. അവര് ചെയ്തില്ലല്ലോ. നിന്നെ പൂർണ്ണ സമ്മതത്തോടെ നല്ല സന്തോഷത്തോടെ അല്ലേ അവര് സ്വീകരിക്കുന്നത്? പിന്നെ എന്താടാ, നീ നിന്റെ ഈ നെഗറ്റീവ് ചിന്തകളൊക്കെ ഒന്ന് മാറ്റിപ്പിടി, എന്നിട്ട് ഹാപ്പിയാവും. കല്യാണം അല്ലേ വരുന്നത്? അഞ്ജു അവളെ സമാധാനിപ്പിച്ചു. ജെനി അവരെ നോക്കി പുഞ്ചിരിച്ചെങ്കിലും അവളുടെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. പോവാം നമുക്ക്, ജെനി അവരോട് ചോദിച്ചു. എന്താടാ വയ്യേ? അവളുടെ നെറ്റി കൈവച്ചുകൊണ്ട് എബി ചോദിച്ചു. ചെറിയൊരു തലവേദന എബിച്ച, വീട്ടിൽ ചെന്നൊന്ന് കിടന്നാൽ മാറും. പാച്ചു, നീ വണ്ടി എടുക്ക്, ജെനി പാച്ചുവിനോട് പറഞ്ഞു. പാച്ചു അവന്റെ ബൈക്ക് എടുത്തു. ജെനി അവന്റെ പുറകിൽ കയറി. എബിയും അഞ്ജു അവരുടെ വണ്ടിയിലും കയറി വീട്ടിലേക്ക് പോയി. ഞങ്ങൾ ഇറങ്ങണോടാ? വീട്ടിലെത്തി ജെനിയെ ഇറക്കി പാച്ചു ചോദിച്ചു. വേണ്ട, നിങ്ങൾ പൊയ്ക്കോ, നാളെ രാവിലെ വാ. ശരി, ബൈ ബൈ. അവർ പോയതും ജെനി അകത്തേക്ക് കയറി. ഡ്യൂട്ടി നേരത്തെ കഴിഞ്ഞതിന് വസുവും മഹിയും വീട്ടിലുണ്ടായിരുന്നു. പതിവില്ലാത്ത സമയത്ത് ജെനിയെ കണ്ടപ്പോ അവർ ക്ലോക്കിലേക്കും ജെനിയെയും മാറി മാറി നോക്കി. നേരത്തെ ആണല്ലോ, എന്ത് പറ്റി? മഹി അവളോട് ചോദിച്ചു. ഒന്നുമില്ല, ഒരു തലവേദന, അപ്പൊ ഇങ്ങ് പോന്നു, ജെനി അവരോട് പറഞ്ഞു. എന്താ പെട്ടെന്നൊരു തലവേദന? പനിയുണ്ടോ? ഇല്ല, ഞാനൊന്ന് കിടക്കട്ടെ. ജെനി പെട്ടെന്ന് മുറിയിലേക്ക് പോയി. അവൾക്ക് എന്തോ വിഷമമുള്ളതുപോലെ തോന്നിയോ മഹിയേട്ടാ? ജെനി പോയപ്പോ വസു മഹിയോട് ചോദിച്ചു. എനിക്കും തോന്നി, ചിലപ്പോ തലവേദനയുടെ ആവും. ജെനി മുറിയിൽ ചെന്ന് ചുമരിലുള്ള അവളുടെ കിങ്ങിണിയുടെയും അഖിലയുടെയും ഫോട്ടോയിലേക്ക് നോക്കി നിന്നു. അവൾ ആ ഫോട്ടോയിലൂടെ വിരലുകൾ ഓടിച്ചു. കാണാൻ കൊതി തോന്നുന്നു ചേച്ചി, നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നു എനിക്ക്. ജെനിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. തലവേദന എടുത്ത് മുറിയിലേക്ക് വന്ന ജെനിയുടെ പിറകെ വന്നതാണ് മഹിയും വസുവും. അവർ വന്നപ്പോ ജെനി അഖിലയോടും കിങ്ങിണിയോടും സംസാരിക്കുന്നതാണ് കേട്ടത്. അവർക്ക് സങ്കടം വന്നു. എന്തിനാ ചേച്ചി വിട്ടുപോയത്? ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു എനിക്ക് എന്റെ ചേച്ചിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്ന്. പക്ഷേ മിസ് യു ബോത്ത്. ജെനി നിറഞ്ഞ കണ്ണുകൾ ഒഴുകാൻ വിട്ടുകൊണ്ട് പറഞ്ഞു. അവളുടെ സങ്കടം കണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് തോന്നിയ മഹിയും വസു അവരുടെ കണ്ണുകൾ തുടച്ച് താഴേക്ക് പോയി. അവരിപ്പോഴും ഒരു നോവാണല്ലേ മഹിയേട്ട? ഹാളിലെ സെറ്റിയിലിരിക്കുമ്പോൾ വസു മഹിയോട് ചോദിച്ചു. നമുക്ക് ഇത്ര സങ്കടം ഉണ്ടെങ്കിൽ 1 വർഷത്തോളം ഒരു കുടുംബം പോലെ കഴിഞ്ഞ അവരുടെ കാര്യം പറയാനുണ്ടോ? ചിരിച്ചു നടക്കുന്നേ ഉള്ളൂ എന്റെ മോള്. ഉള്ളി പൊട്ടിക്കരയുവല്ലേ. എത്രയായാലും അവരുടെ വിടവ് നികത്താൻ കഴിയില്ലല്ലോ. സങ്കടത്തോടെ മഹി പറഞ്ഞു. ആരുടെ കാര്യമാണ് പറയുന്നത്? ചോദ്യം കേട്ട് മഹി തല ഉയർത്തി നോക്കിയപ്പോൾ ചന്ദ്രനെയും കുടുംബത്തെയാണ് കണ്ടത്. നിങ്ങളിതെവിടെന്നാ? ഇവിടെ അടുത്തുവരെ വന്നതാണ്, അപ്പൊ പിന്നെ ഇവിടെ കയറാതെ പോകുന്നത് എങ്ങനെയാണ്? ഇരിക്ക്, മഹി അവരോട് പറഞ്ഞു. ജെനി വന്നില്ലേ അമ്മേ? ചുറ്റും നോക്കിക്കൊണ്ട് ജാനി ചോദിച്ചു. നേരത്തെ വന്നുവെന്ന്. അതെന്താ നേരത്തെ? അവളുടെ സമയം ആയതല്ലേ ഉള്ളൂ. മനു സംശയത്തോടെ നോക്കി. തലവേദന ആണെന്ന് പറഞ്ഞു മുറിയിലുണ്ട്, മഹി അവരോട് പറഞ്ഞു. അയ്യോ, എന്നിട്ട് പനി വല്ലതും ഉണ്ടോ? പനിയുടെ തലവേദന ഒന്നും അല്ല ഇത്. വസു അവരെ നോക്കി. പിന്നെ അച്ചു ആണ് ചോദിച്ചത്. സങ്കടം കൊണ്ടാണ്, മഹി പറഞ്ഞു. എന്തിനു സങ്കടം? അറിയില്ല,
പക്ഷെ അവളെ നോക്കി ഞങ്ങൾ മുറിയിൽ ചെന്നപ്പോൾ അവൾ അഖിലയുടെയും കിങ്ങിണിയുടെയും ഫോട്ടോയെ നോക്കി സംസാരിക്കുമായിരുന്നു. കരയുന്നുണ്ടായിരുന്നു അവള്. അവരെ മിസ് ചെയ്യുവാണെന്ന് തോന്നുന്നു. സങ്കടത്തോടെ വസു പറഞ്ഞപ്പോ ആരും ഒന്നും മിടിയില്ല. അച്ചുവിന് അവളെ ഒരു നോക്ക് കാണാനും അവളെ ഒന്ന് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാനും ഉള്ളം തുടിച്ചു. ജനിയുടെ ഉള്ളിലേക്ക് അച്ചുവിന്റെ മുഖം കടന്നു വന്നു. അവന്റെ മുഖം തെളിഞ്ഞു വരുംതോറും അവളുടെ ഉള്ളിൽ ഒരു തണുപ്പ് നിറയുന്നത് അവൾ അറിഞ്ഞു. അവനോടൊന്ന് ചേർന്നിരിക്കാൻ അവൾ വല്ലാതെ കൊതിച്ചു. അവൾ അവളുടെ ഗിറ്റാർ കയ്യിലെടുത്ത് സ്വിങ്ങിലിരുന്നു. കണ്ണടച്ചപ്പോ അവളുടെ അച്ചുവിന്റെ മുഖം മിഴിവോടെ അവളുടെ മനസ്സിൽ തെളിഞ്ഞു വന്നു. അവനെ ഓർത്ത് അവൾ പതിയെ അവളുടെ ഗിറ്റാർ മീട്ടി പാടി തുടങ്ങി. ജനിയുടെ പാട്ട് കേട്ടപ്പോ മനു ഒരു കള്ളച്ചിരിയോടെ അച്ചുവിനെ നോക്കി. അച്ചു അവനെ നോക്കി നിലിച്ചു. അവൻ എല്ലാവരെയും മാറി മാറി നോക്കി. അവരുടെ എല്ലാ അവസ്ഥ ഇത് തന്നെയാണ്. ചെല്ലി, മായ അവനോട് പറഞ്ഞു. അവൻ എല്ലാവരെയും നോക്കി വളിച്ച ചിരിയും ചിരിച്ച് സ്റ്റെപ്പ് കയറി. ജനിയുടെ ശബ്ദം അവിടെ ആകെ അലയടിച്ചുകൊണ്ടിരുന്നു. ജനി പാടിക്കഴിഞ്ഞ് കണ്ണു തുറന്നപ്പോ അവളെ തന്നെ നോക്കി ചെറു പുഞ്ചിരിയോടെ കൈകൾ കെട്ടി നിൽക്കുന്ന അച്ചുവിനെയാണ്. ജനി കുറച്ചു സമയം അവനെ നോക്കിയിരുന്നു. അവൻ അവൾക്കായി കൈവിടർത്തിയപ്പോൾ അവൾ അവന്റെ കൈക്കുള്ളിലേക്ക് ഓടിക്കയറി. അവളുടെ കൈകൾ അവനെ മുറുകിയപ്പോൾ അവനും അവളെ വരിഞ്ഞു മുറുക്കി. എന്താ ജനി, നിനക്കൊരു സങ്കടം? അച്ചു അവളുടെ മുടിയെ തലോടിക്കൊണ്ട് ചോദിച്ചു. എനിക്കറിയില്ല, പക്ഷെ എന്തോ ഒരു വിഷമം. അച്ചു അവളെയും കൊണ്ട് സ്വിങ്ങിലേക്കിരുന്നു. ഞാൻ പറയട്ടെ എന്റെ പെണ്ണിന്റെ സങ്കടം എന്താണെന്ന്? അവൻ പറഞ്ഞപ്പോ ജനി അവനെ മുഖോയത്തി നോക്കി. ഭാവിയിൽ നമ്മൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്നോർത്തല്ലേ? വിനയുടെ മരണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ എന്ന് പേടിച്ചിട്ടല്ലേ? ഞാൻ നിന്നെ തള്ളിക്കളഞ്ഞാലോ എന്നോർത്തല്ലേ? അച്ചു അവളോട് ചോദിച്ചപ്പോ അവൾ അത്ഭുതത്തോടെ അവനെ നോക്കി. അല്ലേ? പറ. അവൻ വീണ്ടും അവളോട് ചോദിച്ചു. നിറ കണ്ണുകളോടെ അവൾ തലയാട്ടി. അങ്ങനെ ഒരു ചിന്തയെ വേണ്ട മോളെ. അങ്ങനെ എനിക്ക് നിന്നെ വിട്ടുകളയാൻ പറ്റുമോ? നിന്നെ വേണ്ടെന്ന് വെക്കാനാണെങ്കിൽ എല്ലാം അറിഞ്ഞ ശേഷം എനിക്ക് ചെയ്യാമായിരുന്നു. ഞാൻ ചെയ്തില്ലല്ലോ. നിന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായോണ്ടല്ലേ. നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല പെണ്ണെ. അവളുടെ നെറുകയിൽ ചുണ്ടു ചേർത്ത് അവൻ പറഞ്ഞു. അവനെ ചുറ്റിപ്പിടിച്ച് അവളിരുന്നു. പാച്ചുവല്ലേ ഇതെല്ലാം ഏട്ടനോട് പറഞ്ഞേ? കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം ജനി അച്ചുവിനോട് ചോദിച്ചു. എന്നെ വിളിച്ചിരുന്നു അവൻ. അപ്പൊ തന്നെ നിന്നെ കാണാൻ വരാൻ നിന്നതാണ്. അപ്പോഴാണ് അച്ഛൻ പറഞ്ഞത് ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. അപ്പൊ ഒരുമിച്ച് പോന്നു. അവൻ അവളോട് പറഞ്ഞു. അവളുടെ മനസ്സിന് ആശ്വാസം കിട്ടിയപ്പോ അച്ചു അവളെയും കൊണ്ട് താഴേക്ക് ചെന്നു. കല്യാണത്തിന്റെ ചർച്ചകളുമായി കുറെ നേരം സമയം ചിലവഴിച്ച് രാത്രിയുടെ അച്ചുവും കുടുംബവും വീട്ടിലേക്ക് പോയി. പതിവ് പോലെ ജനിയും കൂട്ടരും കോളേജിലേക്ക് പോയി. കല്യാണത്തിന്റെ ഒരാഴ്ച മുമ്പ് മുതൽ ലീവ് എടുക്കാൻ വിചാരിച്ചത് കൊണ്ട് ഈ ആഴ്ച മുടങ്ങാതെ പോകാനുള്ള പ്ലാനിലാണ് നമ്മുടെ നായിക. ജനി, ടീച്ചേഴ്സിനോട് കല്യാണം പറയുന്നില്ലേ? ഇൻവിറ്റേഷൻ എടുത്തിട്ടുണ്ടോ നീ? പാച്ചു അവളോട് ചോദിച്ചു. ഇല്ല, ഇൻവിറ്റേഷൻ എടുക്കാൻ ഞാൻ മറന്നു. നാളെ എടുക്കാം, എന്നിട്ട് നാളെ പറയാം, ജനി പറഞ്ഞു. ഫെസ്റ്റ് നല്ല ഓർമ്മ. ജനി അന്തസ്സായി ഇളിച്ചു കാണിച്ചു. വാട, നമുക്ക് കഫേയിൽ പോവാം. ജനി അവരെ വിളിച്ചു. 4 പേരും ഒരുമിച്ച് കഫേയിൽ പോയി ഓരോ ഓറിയോ ഷേക്ക് കുടിച്ച് അവിടെ നിന്നും ഇറങ്ങി. എബിയ അഞ്ചു എന്തോ പറഞ്ഞുകൊണ്ട് മുന്നിൽ നടക്കുവാണ്. അവരുടെ പിറകിൽ പാച്ചു, ഏറ്റവും പിറകിലായി ജനിയും ആയിരുന്നു. പാച്ചു ഫോണിൽ എന്തോ നോക്കി നടക്കുവാണ്. ജനി 2 സൈഡിലേക്ക് നോക്കിയാണ് നടക്കുന്നത്. പാച്ചു ഫോണിൽ ശ്രദ്ധിക്കുന്നതിനാൽ അവന്റെ നേർക്ക് വരുന്ന വണ്ടി അവൻ കണ്ടിരുന്നില്ല. പക്ഷെ ജനി അത് കണ്ടിരുന്നു. വണ്ടി അവന്റെ അടുത്തെത്തിയിരുന്നു. പാച്ചാ! ജനി അലറി. ജനിയുടെ അലർച്ച കേട്ട് അഞ്ചു എബിയും തിരിഞ്ഞു നോക്കി. 2 പേരും തറഞ്ഞു നിന്നു. ഹോസ്പിറ്റലിലെ ക്യാന്റീനിൽ ലഞ്ച് കഴിഞ്ഞ് സംസാരിച്ചിരിക്കുവാണ് ചന്ദ്രനും മഹിയും സീതയും വസുവും എല്ലാം. അവരുടെ കൂടെ തന്നെ മനുവും ജാനിയും ഉണ്ട്. അവരുടെ അടുത്തുള്ള ടേബിളിൽ തന്നെ അച്ചുവും ദീപും കൃതിയും വിധുവും ഉണ്ട്. അവർ സംസാരിച്ചിരിക്കുമ്പോഴാണ് അവരുടെ അടുത്തേക്ക് ഒരു നഴ്സ് ഓടി വന്നത്. ഡോക്ടർ! മഹിയുടെ മുന്നിൽ വന്നു നിന്ന് അയാൾ വിളിച്ചു. എന്താ സുരേഷ്? അയാളുടെ വെപ്രാളം കണ്ട് മഹി ചോദിച്ചു. ഡോക്ടർ, അത് ആക്സിഡന്റ്. അയാൾക്ക് എങ്ങനെ പറയണമെന്ന് അറിഞ്ഞിരുന്നില്ല. ആക്സിഡന്റ് കേസ് നോക്കുന്ന ഗിരി ഡോക്ടർ അല്ലേ? ഞാൻ. ഗിരി ഡോക്ടർ ഉണ്ട്. ആക്സിഡന്റായി കൊണ്ടുവന്നത് ഡോക്ടറിന്റെ മോളെയാണ്, ജനനിയെ. നഴ്സ് പറഞ്ഞത് കേട്ടപ്പോൾ എല്ലാവരും ഇരുന്നിടത്തുനിന്ന് എണീറ്റു. എന്താ എന്താ പറഞ്ഞേ? എന്റെ ജനി! അച്ചു അയാളുടെ കോളറിൽ പിടിച്ച് അലറി. ഡോക്ടർ പ്ലീസ്, ഗിരി ഡോക്ടർ വെയിറ്റിംഗ് ആണ്. അത്രയും പറഞ്ഞ് അച്ചുവിന്റെ കൈ വിടുവിച്ച് അയാൾ ഓടി. ഈശ്വര, എന്റെ മോള്! വാസു കരഞ്ഞു തുടങ്ങി. അച്ചു അവിടെ നിന്ന് ഓടി. കേട്ടത് സത്യമാവരുത് എന്നായിരുന്നു അവന്റെ പ്രാർത്ഥന. അവന്റെ മാത്രമല്ല, എല്ലാവരുടെയും. ഓടി ഐസുവിന് മുന്നിൽ എത്തിയപ്പോ കണ്ടു രക്തം പുരണ്ട വസ്ത്രവുമായി അവിടെ ഇരുന്ന് കരയുന്ന അഞ്ജുവിനെയും എബിയെയും പാച്ചുവിനെയും. അച്ചു തറഞ്ഞു നിന്നു. ജനി! വാസു ഉറക്കെ കരഞ്ഞു. എല്ലാവരും കരഞ്ഞു തുടങ്ങിയിരുന്നു. ഐസുവിനുള്ളിലേക്ക് നോക്കിയപ്പോ കണ്ടു ഓക്സിജൻ മാസ്ക് വെച്ച് മുഖം മുഴുവൻ രക്തം പുരണ്ട് കിടക്കുന്ന അവന്റെ പെണ്ണിനെ. അവൻ കണ്ടത് വിശ്വസിക്കാനാവാതെ തരിച്ചു നിന്നു. അവന്റെ ഉള്ളിലൂടെ അവളുടെ പുഞ്ചിരിക്കുന്ന മുഖം കടന്നു വന്നു. കണ്ണുകൾ ഇറുക്കി അടച്ചവൻ നിന്നു.
പാച്ചു, മോനെ. മഹി അവരുടെ അടുത്തേക്ക് ചെന്ന് അവനെ വിളിച്ചു. എന്റെ നേർക്ക് വന്ന വണ്ടി അണച്ചേ, എന്നെ രക്ഷിച്ചതാണവള്. ഇപ്പൊ അവളെ ഞങ്ങൾക്ക് തിരിച്ചു വേണം. കരഞ്ഞുകൊണ്ട് പാച്ചു പറഞ്ഞു. ഗിരി, എന്റെ മോള്. മഹി ഡോക്ടറെ നോക്കി. മഹി, അത് കുറച്ച് ക്രിട്ടിക്കലാണ്. ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. പ്രാർത്ഥിക്കാം നമുക്ക്. അത്രയും പറഞ്ഞ് അയാളുടെ തോളിൽ തട്ടി ഗിരി ഡോക്ടർ അകത്തേക്ക് കയറി. തനിക്ക് വേണ്ടി തന്റെ കുടുംബം കാത്തിരിക്കുന്നുണ്ടെന്നറിയാമെങ്കിലും വിധിയുടെ കൂടെ അവളും പോയി അങ്ങ് ദൂരേക്ക്. അവളുടെ കണ്ണിൽ നിന്നും അവസാന തുള്ളി കണ്ണുനീർ കവിളിലൂടെ ഒലിച്ചിറങ്ങി. കണ്ണുകൾ എന്നേക്കുമായി അടഞ്ഞു. മഹി, ഈ പേപ്പറിലൊക്കെ സൈൻ ചെയ്യണം. പെട്ടെന്ന് ഓപ്പറേഷൻ നടത്തണം. ഗിരി ഡോക്ടർ പുറത്തേക്ക് വന്നുകൊണ്ട് മഹിയോട് പറഞ്ഞു. ഗിരി, എന്റെ മോള്. മഹി നിറഞ്ഞ കണ്ണുകളോടെ അയാളുടെ കയ്യിൽ പിടിച്ചു. ആളുടെ തലയ്ക്കാണ് കൂടുതൽ പരിക്ക്. ബ്ലഡ് ക്ലോട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും വൈകിച്ചാൽ ചിലപ്പോൾ അവളെ നഷ്ടപ്പെട്ടേക്കും. ഗിരി ഡോക്ടർ അയാളോട് പറഞ്ഞു. എനിക്കെന്റെ മോളെ വേണം ഗിരി. ഞാൻ സൈൻ ചെയ്യാം. പേപ്പർ എവിടെ? മഹി പെട്ടെന്ന് ചോദിച്ചു. സിസ്റ്റർ. ഗിരി ഡോക്ടറെ വിളിച്ചപ്പോ നഴ്സ് ഒരു ഫയൽ കൊണ്ടുവന്നു. വിറയ്ക്കുന്ന കൈകളോടെ മഹി അത് സൈൻ ചെയ്തു. ഒട്ടും വൈകാതെ തന്നെ ജെനിയെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി. അച്ചു ആരോടും മിണ്ടാതിരിക്കുകയാണ്. മുഖം 2 കൈകൊണ്ടും മറച്ചു പിടിച്ചിട്ടുണ്ട്. എല്ലാവരും അവന് വേദനയോടെ നോക്കി. അച്ചു. ദീപു അവന്റെ തോളിൽ കൈവച്ചു. അച്ചു മുഖമുയർത്തി അവനെ നോക്കി. അവന്റെ കണ്ണുകളെല്ലാം ചുവന്ന് കലങ്ങിയിരുന്നു. ഡാ, നീയും കൂടെ ഇങ്ങനെ ആയാലോ? ദീപു അവനോട് പറഞ്ഞു. എന്റെ ജീവനാടാ അവള്. അവളില്ലാതെ എനിക്ക് പറ്റില്ല ദീപു. എനിക്ക് വേണോ അവളെ? കരഞ്ഞുകൊണ്ട് അച്ചു ദീപുവിനെ കെട്ടിപ്പിടിച്ചു. അവൾ എങ്ങോട്ട് പോവാനാണ്? അവൾ വരും. നമ്മുടെ പഴയ പുലിക്കുട്ടിയായി തന്നെ. നീ കരയാതെ. അങ്ങനെ ആരെയും വിട്ടുപോവാൻ അവൾക്ക് കഴിയില്ല. ദീപു അവനെ ആശ്വസിപ്പിച്ചു. ജെനി. പാച്ചു അലറി. അവന്റെ അലർച്ച ആ കോറിഡോറിൽ മുഴുവൻ മുഴങ്ങി. ഡാ മോനെ. മനു ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു. ഞങ്ങളുടെ ജെനി, അവളെ തിരിച്ചു തരാൻ പറയേട്ടാ. കരഞ്ഞുകൊണ്ട് പാച്ചു പറഞ്ഞു. അച്ചുവിന്റെ നോട്ടം അവരുടെ 3 പേരുടെയും ഡ്രസ്സിലെത്തി. ജെനിയുടെ രക്തം പുരണ്ട അവരുടെ വസ്ത്രത്തിലേക്ക് നോക്കുന്തോറും അച്ചുവിനെ അവനെ തന്നെ നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. അച്ചു ദീപുവിന്റെ അടുത്തുനിന്ന് എണീറ്റ് പാച്ചുവിന്റെ എബിയുടെ അടുത്തേക്ക് ചെന്നു. അവരുടെ ഷർട്ടിലൂടെ അവൻ കൈകൊണ്ട് തഴുകിയപ്പോ അവന്റെ കയ്യിലും രക്തം പുരണ്ടു. ജെനി. അച്ചു അലറി വിളിച്ചുകൊണ്ട് പാച്ചുവിനെ കെട്ടിപ്പിടിച്ചു. എല്ലാവരും കരയുകയായിരുന്നു. ആർക്കാരെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്ന് അറിയുന്നില്ല. അവരുടെ വിഷമം കണ്ടു നിന്ന മറ്റുള്ളവരുടെ കണ്ണുകൾ പോലും നിറഞ്ഞു തുളുമ്പി. ഏട്ടാ, എന്റെ ജെനി. ജാനി വിതുമ്പിക്കൊണ്ട് മനുവിന്റെ മേലേക്ക് ചാഞ്ഞു. കരയാതെ. അവൾക്കൊന്നുമില്ല. ഇതൊക്കെ അവളുടെ നമ്പറല്ലേ. നീ നോക്കിക്കോ. അവള് പഴയതിലും അടിപൊളിയായിട്ട് ഇങ്ങ് വരില്ലേ? അവൻ ജാനിയെ സമാധാനിപ്പിക്കുന്നുണ്ടെങ്കിലും അവന്റെ ഉള്ളിൽ തീയായിരുന്നു. അതിന്റെ എല്ലാം പ്രതിഫലം എന്നോണം അവന്റെ കണ്ണുനീർ ജാനിയുടെ നെറുകിൽ പതിച്ചുകൊണ്ടിരുന്നു. മണിക്കൂറുകൾക്ക് ശേഷം ഗിരി ഡോക്ടർ തിയേറ്ററിൽ നിന്നും പുറത്തു വന്നു. ഗിരി, എന്റെ മോള്. മഹി ഓടിച്ചെന്ന് ഡോക്ടറുടെ കൈ പിടിച്ചു. ഒന്നുമില്ല മഹി. ഓപ്പറേഷൻ സക്സസ് ആണ്. കുറച്ചു കഴിഞ്ഞ് ഒബ്സർവേഷനിലേക്ക് മാറ്റാം. എനിക്കൊന്ന് കാണാൻ പറ്റുമോ എന്റെ മോളെ? നീയും കൂടി ഇങ്ങനെ ആവല്ലേ മഹി. ഒരു ഡോക്ടറല്ലേ നീ. ഒബ്സർവേഷനിലേക്ക് മാറ്റിയിട്ട് ഒരാൾക്ക് കയറി കാണാം. മഹിയുടെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു ഡോക്ടർ അവിടെ നിന്നും പോയി. പാച്ചു, കേട്ടില്ലേ? അവൾ ഓക്കെ ആണെന്ന്. നിങ്ങൾ പോയി ഈ വേഷമൊക്കെ മാറിയിട്ട് വാ. കൃതി അവർ 3 പേരോടും പറഞ്ഞു. അവളെ ഒന്ന് കണ്ടിട്ട് പൊക്കോളാം ചേച്ചി. അഞ്ചു വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. ഈ കോലത്തെ അവള് നിങ്ങളെ കണ്ടാൽ അവൾക്കും വിഷമാവില്ലേ? അപ്പിടി രക്തമാണ്. ഇൻഫെക്ഷൻ ആവില്ലേ അവൾക്ക്? ചേച്ചി പറയുന്ന കേക്ക്. നിങ്ങൾ പോയി ഫ്രഷ് ആയിട്ട് വാ. ചേച്ചി. ചെല്ലടാ, ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ. ചെല്ല്. കൃതി അവരെ 3 പേരെയും വീട്ടിലേക്ക് വിട്ടു. ജെനിയെ ഒബ്സർവേഷൻ റൂമിലേക്ക് മാറ്റിയപ്പോ ഒരാൾക്ക് കയറി കാണാമെന്ന് നഴ്സ് പറഞ്ഞു. നീ പോകുന്നു അച്ചു? മഹി അവനോട് ചോദിച്ചു. വേണ്ട, അച്ഛ പോയാ മതി. എനിക്ക് അവളെ ഇങ്ങനെ കാണാൻ വയ്യ. കണ്ണുകൾ ഇറുകി അടച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അവനെ ഒന്ന് നോക്കി അവന്റെ തോളിൽ തട്ടി മഹി ജെനിയെ കാണാൻ അകത്തേക്ക് കയറി. തലയിലൊരു കെട്ടും കയ്യിലെ കാലിലും പ്ലാസ്റ്ററും ഇട്ട് ഓക്സിജൻ മാസ്ക് വെച്ച് കിടക്കുന്ന അവളെ കണ്ടപ്പോ ആ അച്ഛന്റെ ഉള്ളൊന്ന് പിടഞ്ഞു. മഹി അവളുടെ അടുത്തേക്ക് ചെന്നു. ട്രിപ്പ് ഇട്ട കൈ അയാളുടെ കൈക്കുള്ളിൽ ചേർത്ത് പിടിച്ചു. മോള് പെട്ടെന്ന് വരണേ, ഞങ്ങൾ എല്ലാവരും പുറത്തുണ്ട്. അവളുടെ നെറ്റിയിലൊന്ന് മുത്തി മഹി പുറത്തേക്ക് ഇറങ്ങി. അച്ഛന്റെ സാമീപ്യം അറിഞ്ഞിട്ടാണോ അതോ അച്ഛൻ നൽകിയ സ്നേഹ ചുംബനത്തിലാണോ എന്നറിയില്ല. ജെനിയുടെ കവളിലൂടെ കണ്ണുനീർ ഒലിച്ചിറങ്ങി. മഹിയേട്ടാ, മോള്. മഹി പുറത്തിറങ്ങിയപ്പോ വസു ഓടിച്ചെന്ന് ചോദിച്ചു. ഒന്നുമില്ല, അവൾ ഓക്കെയാണ്. കാലിനും കൈക്കും പൊട്ടലുണ്ട്. പിന്നെ മുറിവ് തലയിലാണ്. മഹി പറഞ്ഞപ്പോ വസു കരഞ്ഞുകൊണ്ട് അയാളുടെ നെഞ്ചിലേക്ക് വീണു. സീതേ, അച്ചു, അവനെ ഒന്ന് നോക്കിക്കേ. അവന്റെ അടുത്തേക്ക് ചെല്ലേ. ചന്ദ്രൻ സീതയെ അച്ചുവിന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു. അച്ചു മോനെ. അച്ചുവിന്റെ അടുത്തിരുന്ന് സീത അവളെ വിളിച്ചു. അമ്മ, എന്റെ ചേനി. അവൻ നിറ കണ്ണുകളോടെ അമ്മയുടെ മാറിലേക്ക് ചാഞ്ഞു. ഇല്ലടാ, അവൾ ഓക്കെ അല്ലേ? ഓപ്പറേഷൻ കഴിഞ്ഞില്ലേ? ഒബ്സർവേഷൻ കഴിഞ്ഞ നാളെ വൈകിട്ടോടെ റൂമിലേക്ക് മാറ്റും. നീ കരയാതെ. നീ കരഞ്ഞെന്നറിഞ്ഞ അവൾക്ക് സങ്കടമാവില്ലേ? അമ്മയുടെ മോൻ കരയാതെ.
അവള് നമ്മുടെ അടുത്തേക്ക് തന്നെ വരില്ലേ? അവനെ ചേർത്ത് പിടിച്ച് സീത അവനെ ആശ്വസിപ്പിച്ചു. അന്ന് ആരും വീട്ടിലേക്ക് പോയില്ല. ജാനിയെയും മനുവിനെയും ഒരുപാട് നിർബന്ധിച്ചെങ്കിലും അവളെ ഒരു നോക്ക് കാണാതെ എങ്ങോട്ടും വരുന്നില്ലെന്ന് ജാനി വാശി പിടിച്ചപ്പോൾ ആരും അവളെ കൂടുതൽ നിർബന്ധിച്ചില്ല. ഒബ്സർവേഷൻ കഴിഞ്ഞ് പിറ്റേ ദിവസം വൈകിട്ടോടെ ജെനിയെ റൂമിലേക്ക് മാറ്റി.